കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂജപ്പുരയിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഞങ്ങളുടെ ഇൻചാർജ് ഡോക്ടർ GN ശ്രീദീപ്തി മാഡത്തിനെ പ്രതിനിധീകരിച്ച് എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഇന്ദു റിസർച്ച് ഓഫീസർ. എൻ്റെ കൂടെയുള്ളത് 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ കോർഡിനേറ്റർ ആയ സനിയ CK ആൻഡ് നോഡൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണറാവു S എന്നിവരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇന്ന് 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി CCRIS RIRI തിരുവനന്തപുരം സംഘടിപ്പിക്കുന്ന വിവിധ ഇനം പരിപാടികളെ കുറിച്ച് വിശദീകരിക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പൗരാണിക പാരമ്പര്യവും ആരോഗ്യവും ലോകത്തിന് സമ്മാനിച്ച യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21-നാണ് ആചരിക്കുന്നത്. ഭാരതത്തിൻ്റെ ശുപാർശ പ്രകാരം ജൂൺ 2015-നാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 21-ന് അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ലോകമെമ്പാടും വിവിധ തരം പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിൽ പ്രധാനമായി നടന്നത് 25 ഡേ കൗണ്ട് ഡൗൺ മെയ് 27-ന് മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. ആ ഇവൻറ്റിൽ വെച്ചാണ്, ആ പരിപാടിയിൽ വെച്ചാണ് ഈ വർഷത്തെ 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ തീമായ ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നൊരു തീം ഡിക്ലെയർ ചെയ്തിരുന്നു. കൂടാതെ തന്നെ 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രധാന പരിപാടി നടക്കുന്നത് കൽക്കട്ടയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിലാണ്. അത് 21 ജൂണിനാണ് നടക്കുന്നത്. അത് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ സാമീപ്യത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ കോമൺ യോഗ പ്രോട്ടോകോൾ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നതായിരിക്കും. അന്താരാഷ്ട്ര യോഗ ദിനം 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി CCRIS RIRI തിരുവനന്തപുരം വിവിധ തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും 3 തരത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നടക്കുന്നത് യോഗ സംയോഗ്, യോഗ സംഗമം, യോഗ സമാവേശ് എന്ന വിവിധ കാറ്റഗറീസിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. യോഗ സംയോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുർവേദ ചികിത്സാ രീതിയും യോഗയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധം നിയന്ത്രണം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് യോഗ സംയോഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് CCRISൻ്റെ 30 പെരിഫറൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടിയും ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് CCRIS ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഇവൻ്റായ യോഗ സംഗമം എന്നുദ്ദേശിക്കുന്നത് ഒരു വൻപിച്ച ജനകീയ പങ്കാളിത്തം മുന്നിൽ കണ്ടുകൊണ്ട് പൊതുജനങ്ങളെയും വിവിധ സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിനെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് പബ്ലിക് ഇൻവോൾവ്മെൻറ്റിന് വേണ്ടിയിട്ട് 21-ാം തീയതി ജൂൺ 21-ന് നമ്മുടെ സരസ്വതി മണ്ഡപത്തിന്, പൂജപ്പുര സരസ്വതി മണ്ഡപത്തിന് ചേർന്നുള്ള കോർപ്പറേഷൻ ഹാളിൽ വെച്ചാണ് അത് നടത്താനായി ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു പബ്ലിക് ഇൻവോൾവ്മെൻറ്റിന് വേണ്ടിയാണ് യോഗ സംഗമം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ യോഗ സമാവേശ് എന്ന അടുത്ത കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ യോഗ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് യോഗ അഭ്യാസ രീതികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക, പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ട് പബ്ലിക് അവയർനെസ് ക്ലാസ്സുകൾ, ക്യാമ്പയിനുകൾ വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കുക എന്നതാണ് യോഗ സമാവേശ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് CCRIS RIRI തിരുവനന്തപുരം നമ്മുടെ അവയർനെസ് ക്ലാസ്സുകൾ ഡെയിലി നമ്മുടെ OPDയിൽ നടക്കുന്നുണ്ട്. 25 ഡേ കൗണ്ട് ഡൗണിൻ്റെ ഭാഗമായി തന്നെ നമ്മളത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ ജനകീയ പങ്കാളിത്തം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കോവളം ബീച്ചിൽ ഒരു ഫ്ലാഷ് യോഗ ഡെമോൺസ്ട്രേഷൻ 2 ദിവസം മുന്നേ നടത്തുകയുണ്ടായി. അതുകൂടാതെ തന്നെ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ പ്രമിസിൽ, അതായത് ഒരു ഹെറിറ്റേജ് മോണുമെൻറ്റ് എന്ന ഒരു മുൻതൂക്കം നൽകിക്കൊണ്ട് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ പ്രിമൈസിലും നമ്മളൊരു യോഗ ഡെമോൺസ്ട്രേഷൻ ആൻഡ് അവയർനെസ് ക്ലാസ് നടത്തി പോന്നിരുന്നു. ബാക്കി വിശദമായ കാര്യപരിപാടികൾ എന്താണെന്നുള്ളത് 12th ഇൻ്റർനാഷണൽ യോഗ ഡേ നോഡൽ ഓഫീസർ ഡോക്ടർ സനിയ CK പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇത്തവണത്തെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ നമ്മുടെ ആയുർവേദ ഗവേഷണത്തിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് ഒരു ഗവേഷണ പദ്ധതി ആരംഭിക്കുകയാണ്. നമ്മുടെ CCRISൻ്റെ കീഴിലുള്ള 30 സ്ഥാപനങ്ങളിലും ഈ ഗവേഷണ പരിപാടി ആരംഭിക്കുന്നുണ്ട്. 3 വിഷയങ്ങളിലാണ് ഈ ഗവേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് ജീവിതശൈലി രോഗങ്ങൾ കേന്ദ്രീകരിച്ച്, രണ്ടാമത് അസ്ഥി പേശി സംബന്ധമായ രോഗങ്ങളെ സംബന്ധിച്ചിട്ട്, മൂന്നാമത്തത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗ. നമ്മുടെ പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രം ജീവിതശൈലി രോഗങ്ങളാണ്, അതിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ ആ സ്ഥാപനം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ അർപ്പിതമായിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജീവിതശൈലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ ഞാനൊന്ന് പറയാം. ഫീസിബിലിറ്റി ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് സ്ട്രക്ചേർഡ് യോഗ റെജിമെൻ into Ayurveda treatment as usual for selected non-communicable and metabolic disease, a multi-centric health system implementation study in CCRS institutes. ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തോടൊപ്പം യോഗയും ചേർന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ആളുകൾ അതിനെ എടുക്കുന്നു, എത്രത്തോളം അത് പ്രാവർത്തികമാണ്, എത്രത്തോളം ആളുകൾ അത് ചെയ്യുന്നു, നിരന്തരമായി ചെയ്യുന്നു, ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അസുഖങ്ങളാണെങ്കിൽ അതിന് ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മളൊരു ഗവേഷണപരമായ രീതിയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യുന്ന ഓരോ മാസങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മാറ്റങ്ങളെല്ലാം രേഖപ്പെടുത്തും. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഗവേഷണ പരിപാടി. 30നും 70നും വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഇതിൻ്റെ ഭാഗമാകാം. ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ പ്രമേഹം, ടൈപ്പ് 2 ഡയബറ്റിസ്, പ്രീ ഡയബറ്റിസ്, ഡിസ്ലിപ്പിഡീമിയ, കൊളസ്ട്രോൾ, അമിതമായ കൊളസ്ട്രോൾ നില, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദം, ഈ 4 കാറ്റഗറി രോഗമുള്ളവരെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും, ആയുർവേദ മരുന്നുകൾ, യോഗ, അവർക്ക് ആവശ്യമുള്ള യോഗാസനങ്ങൾ, ഓരോ അസുഖങ്ങൾക്കും ഓരോ കാറ്റഗറി ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരിക. അതെല്ലാം കൃത്യമായ മേൽനോട്ടത്തിൽ നമ്മൾ കൊടുക്കും. ഇതിൻ്റെ അനുബന്ധമായി വരുന്ന എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ എല്ലാമാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ മറ്റ് 9 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കൂടെ CCRSൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം 10 സെൻറ്ററുകളിലാണ് ഈ സ്റ്റഡി നടക്കുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് വരുമ്പോൾ യോഗ എങ്ങനെ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന്, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളിൽ യോഗ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുക എന്ന് ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡാറ്റ കൂടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. ഒരു എന്തായാലും രോഗികൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ യോഗ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് വരിക എന്ന് ആധികാരികമായ ഒരു പഠനമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു വിപ്ലവകരമായ മാറ്റമായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതാണ് നമ്മുടെ സ്ഥാപനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. പിന്നെ യോഗ സംഘം, നമ്മുടെ 21-ാം തീയതിയിലുള്ള പ്രോഗ്രാം, അതെല്ലാം മാഡം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ ജീവിതശൈലി രോഗങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ആ കണ്ടീഷനുകളെല്ലാം കൊടുക്കാൻ പറ്റുന്ന യോഗ, സ്പെഷ്യൽ യോഗ പ്രോട്ടോകോൾ ഡെമോൺസ്ട്രേഷനുകളും നടക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മുടെ പൊതുജനങ്ങളും അവിടെ വരുന്ന രോഗികൾക്കും ഒക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലാണ് അതെല്ലാം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രധാന ഉദ്ദേശം യോഗയെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അത് അസുഖമുള്ളവരുടെ മാത്രമല്ല, എല്ലാവരുടെയും, കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്നവരുള്ള എല്ലാ ആളുകളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുക. ഇതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. 21-ാം തീയതി മാഡം പറഞ്ഞ പോലെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൻ്റെ അടുത്തുള്ള ഹാളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സാറ്റർഡേയിലാണ് കാര്യപരിപാടികൾ നടത്തി വരുന്നത്. പക്ഷേ നമ്മൾ മിനിസ്ട്രിയുടെ അതേ ചുവട് പിടിച്ച് തന്നെ അതേ ദിവസം തന്നെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 7 മണിക്കാണ് കാര്യപരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ചെറിയൊരു യോഗ ഇവന്റ് പോലെ ഒരു വിശിഷ്ടാതിഥി ഉണ്ടാവും. അതിനുശേഷം ഒരു കോമൺ യോഗ പ്രോട്ടോകോൾ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ശീതള വ്യായാമങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കോമൺ യോഗ പ്രോട്ടോകോളും അതിനോടനുബന്ധമായ ചില യോഗ അഭ്യാസ മുറകളും പബ്ലിക്കിനും കൂടെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ യോഗ സംബന്ധിച്ച് നമ്മളുടെ സ്റ്റാഫിനിടയ്ക്ക് കുട്ടികളിലും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോമ്പറ്റീഷൻ പോലെ അത് വിത്തിൻ സ്റ്റാഫ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പ്രോഗ്രാമിനെ പറ്റി, പ്രത്യേകിച്ച് ഈ പ്രൊജക്റ്റിനെ പറ്റിയും, ഈ വർഷത്തെ കാര്യപരിപാടി അതായത് ഹെൽത്തി ഏജിങ് ആണല്ലോ. അത് നമ്മൾ ഇതിന്റെ ബേസിക് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ലൈഫ് സ്പാൻ കൂട്ടുകയല്ല, നമ്മുടെ ഹെൽത്ത് സ്പാൻ കൂട്ടുകയാണ്. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നതിനേക്കാളും ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരോഗ്യപരമായി ജീവിക്കുക. അത് തന്നെയാണ് ഈ വർഷത്തെ യോഗ ദിനത്തിന്റെ പ്രധാന തീമും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കാനും ആരോഗ്യമുള്ളവരിലും ആരോഗ്യം കുറവുള്ളവരിലും അസുഖക്കാരിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം, പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും സഹായിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഈ ഒരു പ്രോഗ്രാമിന്റെ നെറ്റ് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഇനി അങ്ങോട്ട് മിനിസ്ട്രിയുടെ കുറച്ച് പ്ലാൻ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ യോഗ ഒരു കമ്പോണന്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളിലെ അത് സ്വീകാര്യത, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് മൂലം നമ്മൾ അളക്കുന്നുണ്ട്. അതായത് ആളുകൾ ഏത് രീതിയിലാണ്, അതായത് ദിവസവും ഇൻ പേഴ്സൺ നമ്മൾ ഒരാൾ നേരിട്ട് യോഗ സെഷൻസ് എടുക്കുന്നതിലാണോ, അതാണ് സാർ. അതിന്റെ ഒരു ഇത് ഇപ്പൊ സാർ ഇപ്പൊ ചോദിച്ചില്ലേ, ഇപ്പൊ പലരും ഇപ്പൊ നമ്മളിപ്പോ ഒരു യോഗ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ചേരാൻ ഭയങ്കര
ആവേശമായിരിക്കും. പക്ഷെ അതേ ആവേശം അങ്ങോട്ട് നിലനിൽക്കണം എന്ന് വരില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 10 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ 5 പേർക്ക് ഡെയിലി വരാൻ താല്പര്യമുള്ളവരായിരിക്കും, പറ്റുന്നവരായിരിക്കും. ചിലർക്ക് വീക്ക്ലി ആയിരിക്കും പറ്റുന്നത്, ചിലർക്ക് ഓൺലൈൻ മോഡായിരിക്കും പറ്റുന്നത്, ചിലർക്ക് ഓഫ്ലൈൻ മോഡായിരിക്കും പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മളുടെ ഈ ഒരു സെറ്റപ്പിൽ പ്രായോഗികമായി നടക്കാൻ സാധ്യതയുള്ള ഒരു മോഡൽ എന്നുള്ള ഒരു പഠനവും കൂടിയാണ്. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് നമ്മൾ അടിച്ചേൽപ്പിക്കാതെ ആളുകളുടെ നമ്മൾ ഓരോ ജനതയ്ക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ ഒരു തിരുവനന്തപുരം ആസ് എ സിറ്റി എടുത്തു കഴിഞ്ഞാൽ അവരുടെ കുറേ പ്രശ്നങ്ങളും ഉള്ള അതിൽ നിന്നും നെറ്റ് നമ്മൾ ഏത് രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ ആളുകളിൽ സ്വീകാര്യത കൂടും എന്നും കൂടിയാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് പല പല മൊഡ്യൂളുകളായിട്ടും പല പല രീതികൾ, അതായത് ആളുകളുടെ ഇൻപുട്ടും കൂടി എടുത്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ പ്രോജക്റ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. അത് ഭാവിയിലേക്ക് നമ്മളിത് എങ്ങനെ പ്ലാൻ ചെയ്താൽ സക്സസ്ഫുള്ളി ആളുകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, എത്രത്തോളം ചെയ്യും എന്നുള്ളൊരു പഠനവും കൂടിയാണത്. ആണ് മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെ അണ്ടറിലുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിൻ്റെ തിരുവനന്തപുരത്തെ പ്രാദേശിക യൂണിറ്റ്. കേരളത്തിൽ അങ്ങനെ നമുക്ക് 2 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് ചെറുതുരുത്തിയിലുള്ളത് നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മ, തിരുവനന്തപുരത്തത് റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ഓരോ സ്ഥാപനത്തിനും ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് റിസർച്ച് ചെയ്യേണ്ടത്. ഗവേഷണ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ OPD, IPD അതുകൂടാതെ റിസർച്ച് വർക്കുകളുണ്ട്. അപ്പം നമ്മുടെ റിസർച്ച് വർക്കുകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളിലാണ്. മാക്സിമം നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള അവരുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലും പൈസ ഒന്നും ഈടാക്കുന്നില്ല. എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമാണ്. അപ്പം മാക്സിമം ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്ന രീതിയിൽ മാധ്യമങ്ങളാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്. അത് നിങ്ങൾ അപ്പോൾ നമ്മുടെ യോഗ സംഘം, അതാണ് നമ്മുടെ ഈ 12th ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ മെയിൻ ഇവൻ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് നമ്മുടെ ജൂൺ 21 സരസ്വതി മണ്ഡപത്തിനോട് ചേർന്ന കോർപ്പറേഷൻ ഹാളിൽ വെച്ചാണ്. അതിലേക്കും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. 7 മണി.